നമുക്കിന്ന് ബിദ്അത്തിന്റെ കട്ടികൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അംഗസംഖ്യ എത്ര ഗ്രൂപ്പായി ചിന്നിച്ചതറിയാലും ഒരാളോട് ഇങ്ങോട്ട് പോരുന്നില്ല, പോരാൻ വളരെ പ്രയാസം. പക്ഷെ ചെതറിക്കിടക്കുകയാണെങ്കിലും ഈ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് അവരെ പ്രചരണങ്ങളിൽ വഞ്ചിതരായി അകപ്പെട്ട് ചില്ലറ പ്രവർത്തകന്മാർ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല സംവിധാനം സമസ്ത കേരള ജംഇയ്യത്ത് പ്രഖ്യാപിതമായ നിലപാടാണ്. അവർക്ക് നമ്മൾ അംഗീകാരം കൊടുക്കരുത്. ബിദഅകളുമായുള്ള ബന്ധവിച്ഛേദം, അവരുമായുള്ള സൗഹൃദം നമുക്ക് വേണ്ട, അവരുമായുള്ള ചങ്ങാത്ത് നമുക്ക് വേണ്ട, അവരുമായുള്ള യോജിപ്പ് നമുക്ക് വേണ്ട. ഇവിടെ പൂർവികരെ ആരാണ് ഈ പണ്ഡിതന്മാർ? ആ പണ്ഡിതന്മാരാണെന്ന് പരിശോധിക്കണം. അവരെടുത്ത തീരുമാനം വളരെ കൃത്യമാണ്. 5 കാര്യങ്ങളാണ് അവർ തീരുമാനിച്ച് എഴുതി ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചത്. ബിദ്അത്തുകാരുമായി കൂടി പെരുമാറാതിരിക്കുക, അന്നത്തെ ഭാഷയാണ്. 2ാമത്തെ കാര്യം ബിദ്അത്തുകാർക്ക് സലാം ചൊല്ലാതിരിക്കുക. 3ാമത്തെ കാര്യം ബിദ്അത്തുകാരുടെ സലാം മടക്കാതിരിക്കുക. 4ാമത്തെ കാര്യം ബിദ്അത്തുകാരുമായി വിവാഹബന്ധം നടത്താതിരിക്കുക. 5ാമത്തെ കാര്യം അവരെ തുടർന്ന് നിസ്കരിക്കാതിരിക്കുക. ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പുതിയാപ്പിളയെ വഹാബിയാക്കും. തിരിച്ച് മനസ്സിലാക്കണം, ചിന്തിക്കണം. ഒരു സുന്നി ചെറുപ്പക്കാരൻ വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ, ഒരു വഹാബി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയാവും. ഇനി വഹാബിയായ ചെറുപ്പക്കാരൻ സുന്നി പെണ്ണിനെ കല്യാണം കഴിച്ചാലോ പെണ്ണ് വഹാബിയാവും. രണ്ടും അങ്ങനെ ആയിരിക്കും. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. വഹാബി പെണ്ണിനെ സുന്നി ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചാൽ ചില്ലറ ആഴ്ചകൾ കൊണ്ട് ഈ സുന്നി ചെറുപ്പക്കാരൻ വഹാബിയായതിന്റെ 100 ഉദാഹരണം ഞാൻ കാണിക്കും. നിങ്ങൾക്ക് നിങ്ങളെ വയലുണ്ടോ? എന്റെ വയലുണ്ടോ? ഉണ്ട്.